നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. കടം വാങ്ങിയ പണം തിരികെ ചോദിച്ച് വീട്ടിലെത്തിയതിന്റെ പ്രതികാരമായി യുവാക്കളെ ആക്രമിച്ച കേസിലെ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ദേശീയപാത 66 വികസനവുമായി ബന്ധപ്പെട്ട് ചന്ദ്രാപിന്നിയിൽ തോട് നികത്തുന്നതിനെതിരെ പ്രതിഷേധവുമായി ജനപ്രതിനിധികളും നാട്ടുകാരും. വെള്ളം ഒഴുകിപ്പോകാൻ ബദൽ സംവിധാനം ഒരുക്കാത്ത നടപടിക്കെതിരെയാണ് പ്രതിഷേധം. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം ദേവാലയമായ കൊടുങ്ങല്ലൂർ ചേരമാൻ പള്ളിയിൽ മോഷണവുമായി ബന്ധപ്പെട്ട് മോഷ്ടാവെന്ന് സംശയിക്കുന്ന ആളുടെ CCTV ദൃശ്യം പോലീസ് പുറത്തുവിട്ടു. വാർത്തകൾ വിശദമായി. കടം വാങ്ങിയ പണം തിരികെ ചോദിച്ച് വീട്ടിലെത്തിയതിന്റെ പ്രതികാരമായി യുവാക്കളെ ആക്രമിച്ച കേസിലെ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. എടവിലങ്ങ് കുഞ്ഞൈനി സ്വദേശികളായ തട്ടാരിൽ വീട്ടിൽ വിപിൻ, തേവാലിൽ സംഗീത് എന്നിവരെ ആക്രമിച്ച കേസിലാണ് ലോകമലേശ്വരം പടാക്കുളം അടിമപ്പറമ്പിൽ 23 വയസ്സുള്ള മുഹമ്മദ് സ്വാലിഹ്, അഴീക്കോട് കൊമ്പനെടുത്ത് 23 വയസ്സുള്ള മുഹമ്മദ് മുസ്തഫ, എറിയാട് പേബസാർ വയ്യാട്ട് കുണ്ടിൽ വീട്ടിൽ 25 വയസ്സുള്ള മുഹമ്മദ് ഈസ, മേനോൻ ബസാർ കുഴിക്കണ്ടത്തിൽ 22 വയസ്സുള്ള റിയാസ് എന്നിവരെ കൊടുങ്ങല്ലൂർ DYSP സലീഷ് N ശങ്കരൻ, സർക്കിൾ ഇൻസ്പെക്ടർ ബൈജു ER എന്നിവരുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. ആക്രമിക്കപ്പെട്ട സംഗീത് പ്രതികളിൽ ഒരാളായ സ്വാലിഹിന് പണം കടം നൽകിയിരുന്നുവെന്നും പണം തിരികെ ലഭിക്കാനായി സംഗീതും സുഹൃത്ത് വിപിനും സ്വാലിഹിന്റെ വീട്ടിൽ ചെന്നതിലുള്ള വൈരാഗ്യം തീർക്കാനാണ് ഇവരെ ആക്രമിച്ചതെന്നും പോലീസ് പറഞ്ഞു. മേനോൻ ബസാർ ജംഗ്ഷന് വടക്ക് വശത്തുള്ള വർക്ക്ഷോപ്പ് പരിസരത്ത് വെച്ച് സ്റ്റീൽ പൈപ്പ്, ഷോക്ക് അബ്സോർബറിന്റെ ട്യൂബ് എന്നിവ ഉപയോഗിച്ചാണ് പ്രതികൾ ആക്രമണം നടത്തിയത്. സംഗീതിന്റെ മോട്ടോർ ബൈക്ക് തല്ലി തകർക്കുകയും ചെയ്തു. ലഹരിക്കച്ചവടം, അടിപിടി തുടങ്ങി നിരവധി കേസുകളിൽ പ്രതിയാണ് അറസ്റ്റിലായ മുഹമ്മദ് സാലിഹ്. പ്രതികൾക്കെതിരെ കാപ്പ തുടങ്ങിയ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. SI മാരായ ഹാരോൾഡ് ജോർജ്, കശ്യപൻ, സെബി, PC സുനിൽ, CR പ്രദീപ്, ASI CT രാജൻ, CPOമാരായ ഗോപകുമാർ, ധനേഷ്, ബിജു, നിശാന്ത്, മാനുവൽ എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ദേശീയപാത 66 വികസനവുമായി ബന്ധപ്പെട്ട് ചന്ദ്രാപിന്നിയിൽ തോട് നികത്തുന്നതിനെതിരെ പ്രതിഷേധവുമായി ജനപ്രതിനിധികളും നാട്ടുകാരും. വെള്ളം ഒഴുകിപ്പോകാൻ മതിയായ രീതിയിൽ ബദൽ സംവിധാനം ഒരുക്കാത്ത അധികൃതരുടെ നടപടിക്കെതിരെയാണ് പ്രതിഷേധം നടത്തിയത്. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബുവിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന പാലപ്പെട്ടി ചന്ദ്രാപിന്നി ബൈപ്പാസിനായി ഏറ്റെടുത്ത സ്ഥലത്തെ തോടാണ് അധികൃതർ നികത്തുന്നത്. 1 വർഷം മുമ്പ് പണി ആരംഭിച്ച ബൈപ്പാസിൽ തോട് നികത്തിയ സ്ഥലത്ത് മതിയായ വെള്ളം ഒഴുകിപ്പോകാനുള്ള ഡ്രൈനേജ് സംവിധാനം ഒരുക്കിയിരുന്നില്ല. ഇതുമൂലം കഴിഞ്ഞ വർഷക്കാലത്ത് പ്രദേശത്ത് കനത്ത വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ജനപ്രതിനിധികൾ NH അധികൃതരുമായി സംസാരിച്ചതിനെ തുടർന്ന് നികത്തിയ തോടുകൾ തുറന്ന് വെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനവും ഒരുക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം ജനപ്രതിനിധികളെ അറിയിക്കാതെ വീണ്ടും തോടുകൾ നികത്തിയതാണ് പ്രതിഷേധത്തിന് ഇടയാക്കിയത്. അശാസ്ത്രീയമായ കാന നിർമ്മാണം വെള്ളക്കെട്ട് ഉണ്ടാക്കുമെന്ന് നാട്ടുകാർ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. നിലവിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന കാനകളുടെ നിർദ്ദിഷ്ട ഭാഗങ്ങളിൽ വീതിയും ആഴവും കൂട്ടിയാൽ പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു പറഞ്ഞു. തെക്കുനിന്നും വടക്കുനിന്നും 3 മീറ്റർ വീതിയിൽ ഡ്രൈനേജ് സംവിധാനം ഒരുക്കണമെന്നും 4 മീറ്റർ വീതിയിലും ആഴത്തിലും കൽവർട്ട് നിർമ്മിക്കണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR നിഖിൽ, പഞ്ചായത്ത് അംഗങ്ങളായ ഹേന രമേശ്, VV ജയൻ തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം ദേവാലയമായ കൊടുങ്ങല്ലൂർ ചേരമാൻ പള്ളിയിൽ മോഷണവുമായി ബന്ധപ്പെട്ട് മോഷ്ടാവെന്ന് സംശയിക്കുന്ന ആളുടെ CCTV ദൃശ്യം പോലീസ് പുറത്തുവിട്ടു. ഇയാളെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കേണ്ടതാണെന്ന് സർക്കിൾ ഇൻസ്പെക്ടർ ER ബൈജു അറിയിച്ചു. കഴിഞ്ഞ ഡിസംബർ 29 പുലർച്ചെയാണ് ചേരമാൻ പള്ളിയിൽ മോഷണം നടന്നത്. പള്ളിയുടെ പിറകുവശത്തെ വാതിൽ കുത്തി തുറന്ന് അകത്തു കയറിയ മോഷ്ടാവ് മഖ്ബറയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന പണം കവരുകയായിരുന്നു. സംസ്ഥാനത്ത് ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടിയ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്ക് കിഴക്കൻ അറബിക്കടലിൽ ലക്ഷദ്വീപിന് മുകളിലായി രൂപപ്പെട്ട ചക്രവാത ചുഴിയുടെ സ്വാധീനം മൂലമാണ് മഴ ശക്തമാകുന്നത്.
ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കൊപ്പം മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലും നാളെ ഇടുക്കി, എറണാകുളം, പാലക്കാട് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. കടം വാങ്ങിയ പണം തിരികെ ചോദിച്ച് വീട്ടിലെത്തിയതിന്റെ പ്രതികാരമായി യുവാക്കളെ ആക്രമിച്ച കേസിലെ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ദേശീയപാത 66 വികസനവുമായി ബന്ധപ്പെട്ട് ചന്ദ്രാപിന്നിയിൽ തോട് നികത്തുന്നതിനെതിരെ പ്രതിഷേധവുമായി ജനപ്രതിനിധികളും നാട്ടുകാരും. വെള്ളം ഒഴുകിപ്പോകാൻ ബദൽ സംവിധാനം ഒരുക്കാത്ത നടപടിക്കെതിരെയാണ് പ്രതിഷേധം. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം ദേവാലയമായ കൊടുങ്ങല്ലൂർ ചേരമാൻ പള്ളിയിൽ മോഷണവുമായി ബന്ധപ്പെട്ട് മോഷ്ടാവെന്ന് സംശയിക്കുന്ന ആളുടെ CCTV ദൃശ്യം പോലീസ് പുറത്തുവിട്ടു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.